സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിനെതിരെ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികർ രംഗത്ത്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന നിലപാട് സഭാചട്ടങ്ങൾക്കെതിരാണെന്ന് വൈദികർ. ഇരിങ്ങാലക്കുട രൂപതയിലെ 89 വൈദികരാണ് പ്രതിഷേധക്കുറിപ്പ് ആയി പുറത്തിറക്കിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, മറ്റു രൂപതകളിലെയും ചില വൈദികർ ഇതിന് സമാനമായ രീതിയിൽ ഇന്നലെ പ്രതിഷേധക്കുറിപ്പും പ്രതിഷേധവും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരം? അതെ ജിംഷാദ്, ഇത് അടുത്ത മാസം 3 മുതൽ ഈ സിറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ 9-ാം തീയതി ഒരു സർക്കുലർ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പുറത്തിറക്കിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. ഒരു വിഭാഗം വിശ്വാസികൾ ഈ സർക്കുലർ കത്തിച്ചൊക്കെ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിറകെ ഈ പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ സിനഡ് യോഗം ചേർന്നു. ആ സിനഡ് യോഗത്തിൽ പങ്കെടുത്ത 5 മെത്രാന്മാരുടെ പ്രതിഷേധക്കുറിപ്പ്, വിയോജനക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല, അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ആ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന വിയോജനക്കുറിപ്പ് ഈ മെത്രാന്മാർ പുറത്തിറക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ മറ്റു രൂപതയിലെ, അതായത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികർ സമാനമായ ശക്തമായ എതിർപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ സർക്കുലർ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല. മാത്രമല്ല, സർക്കുലറിൽ പറയുന്ന ആ കാര്യങ്ങൾ, അതായത് ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വൈദികരെ പുറത്താക്കും എന്ന് പറയുന്നത് സഭയുടെ നിയമസംഹിതയിൽ തന്നെ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതൊരിക്കലും നടപ്പാക്കരുത്. അതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിഞ്ഞാലക്കുട രൂപതയിലെ 89 വൈദികരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സിനഡ് യോഗമടക്കം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ സഭയുടെ ഔദ്യോഗിക തീരുമാനം പുറത്തു വന്നിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ വിയോജന കുറിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജിംഷാദ്. ശരി ഉമേഷ്.